ഹലോ, ഞാൻ ഡോക്ടർ ഷംസുദ്ദീൻ, ഡി കെയർ ഹോസ്പിറ്റൽ, പാലക്കാട്. ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കോമൺ കോൾഡ്, ജലദോഷം, കൊറൈസ എന്നതിനെക്കുറിച്ചാണ്. നമുക്കറിയാം, സർവ്വസാധാരണയായിട്ട് നമുക്ക് വരുന്നൊരു അസുഖമാണ് ഈ ജലദോഷം അല്ലെങ്കിൽ കോമൺ കോൾഡ് എന്ന് പറയുന്നത്. ഈ ജലദോഷം വരാനുള്ള കാരണം, ജലദോഷപ്പനി ഒക്കെ വരാനുള്ള കാരണം ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു വൈറസ് റൈനോ വൈറസ് എന്ന് പറയും. ഈ വൈറസ് നമ്മൾ സാധാരണ ഇത് പകരുന്നത് എങ്ങനെയാണ്? ഇത് പകരുന്നത് നമുക്കറിയാം, നമ്മുടെ തുമ്മുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മൂക്ക് ചീറ്റുമ്പോഴൊക്കെയല്ല ഈ ഡ്രോപ്ലെറ്റുകൾ ഉണ്ടാവും. നമുക്ക് അന്തരീക്ഷത്തിലേക്ക് തെറിച്ച് വീഴുന്ന ഡ്രോപ്ലെറ്റുകൾ വഴി നേരിട്ട് തന്നെ തൊട്ടടുത്തുള്ള ആളുകൾ അത് ശ്വസിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ തൊട്ട ഈ ജലദോഷപ്പനിയൊക്കെ ഉള്ള ആളുകൾ മൂക്കൊക്കെ ചീറ്റിയിട്ട് കൈ തൊട്ട പ്രതലങ്ങളിൽ സ്പർശിക്കുകയാണെങ്കിൽ, തൊടുകയാണെങ്കിലൊക്കെ ആ രീതിയിലൊക്കെയാണ് ഈ വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്. ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് സാധാരണ അറിയുന്നത് പോലെ ചെറിയ രീതിയിലുള്ള ഒരു മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, തുമ്മൽ, ചെറിയ രീതിയിൽ ഒരാഴ്ചയിലൊക്കെ കുറഞ്ഞു നിൽക്കുന്ന ചുമ, ശരീരവേദന, ചെറിയ രീതിയിലുള്ള ശരീരവേദന, ചെറിയൊരു ക്ഷീണം, അങ്ങനെ ചെറിയ ചെറിയ ലക്ഷണങ്ങളാണ് സാധാരണ രീതിയിൽ ഇത് കാണിക്കാറുള്ളത്. അത് ഒരു കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ റെസ്റ്റും നമ്മളതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അത് മാറിപ്പോവുകയും ചെയ്യും. സാധാരണ രീതിയിൽ വളരെ ചെറിയ, വലിയ ആളുകൾക്കാണെങ്കിൽ കാര്യമായ രീതിയിൽ ഇതിന് പനി ഉണ്ടാവാറില്ല. കുട്ടികൾക്കാണെങ്കിൽ ചെറിയ രീതിയിൽ പനി കാണാറുണ്ട്. അതാണ് ഒരു വ്യത്യാസം. അപ്പോൾ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ സാധാരണ രോഗികൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ചെറിയ രീതിയിൽ ഇപ്പോൾ മൂക്കൊലിക്കുക, അല്ലെങ്കിൽ മൂക്കിൽ നിന്ന് ഇത്തിരി കഫം വരിക, അല്ലെങ്കിൽ തുപ്പും ഇത്തിരി കഫം പോവുക, അതൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതിനൊന്നും ഈ കഫക്കെട്ട് എന്ന് പറഞ്ഞ് നമ്മൾ ആൻറ്റിബയോട്ടിക് മരുന്നുകളായ ഈ ബാക്ടീരിയക്കെതിരെയുള്ള മരുന്നുകൾ കഴിക്കേണ്ട ആവശ്യമില്ല. ഏത് രീതിയിൽ ഇപ്പോൾ നമുക്ക് ഒരു അലർജി വന്ന് തുമ്പിക്കഴിഞ്ഞാലും നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റം, ഇപ്പോൾ മൂക്കാണെങ്കിലും ഈ തൊണ്ട, ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു ഭക്ഷണം കാണുമ്പോൾ ഉമിനീരുണ്ടാവുന്നത് പോലെ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുമ്പോൾ ഈ മ്യൂക്കസ് സെക്രീഷൻ എന്ന് പറയും, ഈ വെള്ള കളറിലൊക്കെ നാം തുപ്പുന്ന ഈ കഫം കുറച്ചുണ്ടാവും. ആ ഉണ്ടാവുന്ന കഫത്തിനൊന്നും നമ്മൾ ആൻറ്റിബയോട്ടിക് ആവശ്യം ഇല്ല ശരിക്ക്. പക്ഷേ നമ്മൾ ഡോക്ടർമാർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു കഫം തുപ്പുമ്പോൾ, അല്ലെങ്കിൽ ഇത്തിരി വെള്ള കളറിൽ കഫം വരുമ്പോൾ, അല്ലെങ്കിൽ ഇത്തിരി മഞ്ഞ കളറിൽ കഫം വരുമ്പോൾ രോഗികൾ തന്നെ ആവശ്യപ്പെടും, കഫക്കെട്ടുണ്ട്, അതിന് മരുന്ന് വേണം. അപ്പം നിസ്സഹായരായ ഡോക്ടർമാർക്ക് വേറെ വഴി ഉണ്ടാവില്ല, അപ്പോൾ ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്കൊരു അസുഖം വന്നാൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കാൻ പോവുകയാണെങ്കിൽ ചികിത്സിക്കാനുള്ള ഫുൾ ഉത്തരവാദിത്തം ഡോക്ടർക്ക് അറിയാമെന്നുള്ള രീതിയിൽ നിങ്ങൾ ഡോക്ടറെ ഏൽപ്പിക്കുക. നിങ്ങളുടെ അഭിപ്രായം മാക്സിമം പറയാതിരിക്കുന്നത് മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുന്നതിന് സഹായിക്കും. ഒന്നാമത്തെ കാര്യം. ഇനി ഇങ്ങനെ ജലദോഷപ്പനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വൈറസിനെതിരെ നമ്മുടെ ശരീരം തന്നെ വൈറസിനെ തുരത്തിക്കോളും. ശരീരത്തിന് അതിനുള്ള പ്രതിരോധ ശക്തിയുണ്ട്. അതിനാണ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയാം. ആ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് പ്രവർത്തിക്കുമ്പോഴാണ് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ്, ബോഡിയിൽ ഉണ്ടാകുന്ന കുറേ സൈറ്റോകൈൻസ് ഒക്കെ പറഞ്ഞ സാധനങ്ങളാണ് ഈ പനി ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയ രീതിയിലൊരു പനി വരുമ്പോൾ 102ൻ്റെ സാധാരണ രീതിയിൽ കൂടുതൽ പനികളും 100, 101, 99 അങ്ങനെ ചെറിയ പനികൾ ഉണ്ടാവാറുള്ളൂ. ഈ ചെറിയ രീതിയിലുള്ള പനികൾക്കൊക്കെ നമ്മൾ പാരസെറ്റമോൾ പോലും കഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 102 പനിയൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും പാരസെറ്റമോളൊക്കെ തന്നെ കഴിക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ആളുകൾക്ക് പെട്ടെന്ന് പനി ചൂട് മാറി കിട്ടണം. ഈ പൊതുവേ പനി വരുമ്പോൾ കുറച്ച് ക്ഷീണം ഉണ്ടാവും. അപ്പോൾ ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത്? ചികിത്സ വളരെ ലളിതമാണ്. ഒന്ന് റെസ്റ്റ് എടുക്കണം. എന്നാലേ നമ്മുടെ പ്രതിരോധ സംവിധാനത്തിന് ഈ അണുക്കളെ തുരത്താനുള്ള ഊർജ്ജം കിട്ടുള്ളൂ. അതുകൊണ്ട് റെസ്റ്റ് നിർബന്ധമാണ്. ഒന്ന് റെസ്റ്റാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ധാരാളം വെള്ളം കുടിക്കണം. ധാരാളം ശരീരം ചൂടാകുമ്പോൾ, ശരീരം ക്ഷീണിക്കുമ്പോൾ, ശരീരത്തിൽ നിന്ന് വെള്ളം ചിലപ്പം ഇവോപ്പറേറ്റ് ചെയ്ത് വിയർത്തു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നല്ലോണം വെള്ളം കുടിക്കണം. പിന്നെ ലഘുവായിട്ട് പെട്ടെന്ന് ദഹിക്കുന്ന രീതിയിലുള്ള ഭക്ഷണമാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ ബോഡീൻ്റെ ബ്ലഡ് ഫ്ലോ, ബോഡീൻ്റെ സിസ്റ്റമൊക്കെ ആ ദഹന പ്രക്രിയയിൽ ഇൻവോൾവ്ഡ് ആയിട്ട് ഈ അണുക്കളെ തുരത്തുന്നതിനുള്ള പ്രതിരോധ ശക്തി കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ എളുപ്പത്തിൽ ദഹിക്കുന്ന നമ്മുടെ ബോഡി ഒരു കംപ്ലൈൻറ്റ് വരികയാണ്, ഒരു അസുഖം വരുമ്പോൾ ഒരു കംപ്ലൈൻറ്റ് വരികയാണ്. അപ്പോൾ ആ കംപ്ലൈൻറ്റിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ബോഡിക്ക് നമ്മൾ ഊർജ്ജം കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ ആഹാരം ലഘുവായിട്ട് കഴിക്കുക. നമുക്ക് പ്രതിരോധ ശക്തിയും ഇമ്മ്യൂൺ സിസ്റ്റത്തിനൊക്കെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഫ്രൂട്ട്സുകൾ എപ്പോഴും വളരെ നല്ലതാണ്. ഓറഞ്ചൊക്കെ തണുപ്പിക്കാത്ത രീതിയിലുള്ള ഫ്രൂട്ട്സുകൾ എപ്പോഴും ഈ ഇങ്ങനെയുള്ള അസുഖം വന്നാലും നല്ലതാണ്. ധാരാളം വെള്ളം കുടിക്കുക. ഇതൊക്കെയാണ് സാധാരണ വീട്ടിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചികിത്സകൾ. പിന്നെ നമുക്കറിയാം, മൂക്കൊലിപ്പ്, ജലദോഷം ഉണ്ട്, എല്ലാവർക്കും അറിയുന്ന സിട്രസിൻ, ലിവോസിട്രസിൻ പോലെയുള്ള മരുന്നുകളൊക്കെ നമുക്ക് ഡോസ് അനുസരിച്ച് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങി കഴിച്ചാൽ പോലും കുഴപ്പമില്ല. പിന്നെ പനി ഉണ്ടെങ്കിൽ, വേറെ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ പാരസെറ്റമോൾ സേഫായിട്ടാണെങ്കിൽ, പനിയോ ചെറിയ ശരീരവേദനയൊക്കെ വേണമെങ്കിൽ പാരസെറ്റമോൾ കഴിക്കാം. ഇനി കഴിക്കാതിരുന്നാലും അത് മാറിക്കോളും. പിന്നെ ബ്രൂഫൻ നമുക്ക് പറഞ്ഞാൽ മറ്റു ചില ഗുളികകളുണ്ട്. ബ്രൂഫൻ കുറച്ചും കൂടി വേദനക്കൊക്കെ നല്ലതാണ്. ഇതാണ് ഈ ജലദോഷ പനിയെ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. പിന്നെ നമ്മൾ എപ്പോഴും അസുഖമുള്ള ആളുകൾ ബാക്കിയുള്ള ആളുകളിലേക്ക് പകരാതിരിക്കാൻ വേണ്ടി ഒരു മാസ്ക് ഇടലോ, അല്ലെങ്കിൽ കൈയൊക്കെ ഒന്ന് അവിടെ എവിടെയും തൊടുന്നതൊക്കെ ഒഴിവാക്കി ഒന്ന് കൈ നല്ലോണം വൃത്തിയായി സൂക്ഷിക്കുന്നതൊക്കെ പകരാതിരിക്കാൻ സഹായിക്കും.
ഇതൊക്കെയാണ് ഇതിൽ ചെയ്യാനുള്ളത്. എപ്പോഴും നമ്മൾ അറിയേണ്ടത് നല്ല ശക്തമായ ഇനി എപ്പോഴാണ് നമ്മളൊരു അപ്പോൾ ഞാൻ പറഞ്ഞു 7 ദിവസമോ 10 ദിവസമൊക്കെ എടുക്കും. പക്ഷേ കുറേ ദിവസം ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഡോക്ടറെ കാണണം. ഒന്ന് നല്ല രീതിയിലുള്ള പനി, ഉദാഹരണത്തിന് 102 കൂടുതൽ പനിക്കുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണണം. 3 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ശക്തമായ പനി ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഡോക്ടറെ കാണണം. പിന്നെ ഇങ്ങനെയുള്ള ഏത് ചെറിയ പനിയാണെങ്കിലും അത് ശ്വാസകോശവുമായി ബന്ധപ്പെട്ട എന്ത് ലക്ഷണം കണ്ടാലും ഡോക്ടറെ കാണിക്കണം. ശ്വാസം മുട്ട്, തുപ്പുന്ന സമയത്ത് കുറച്ച് രീതിയിൽ രക്തം വരിക, അല്ലെങ്കിൽ ശ്വാസം നീട്ടി വലിക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ നെഞ്ചുവേദന അനുഭവപ്പെടുക. കാരണം ലങ്സിന് ന്യൂമോണിയ എന്ന് പറഞ്ഞ കഫക്കെട്ട് ബാധിച്ചു കഴിഞ്ഞാൽ ആ ലങ്സിന് ചെറിയ കംപ്ലയിൻറ്റ് വരുമ്പോൾ നമുക്ക് ശ്വാസം എടുക്കുമ്പോൾ നല്ല വേദന ആയിരിക്കും. ഇവിടെ ടൈറ്റാണ് സമയത്ത് അങ്ങനെയുള്ള വേദന ഉണ്ടെങ്കിൽ, കിതപ്പുണ്ടെങ്കിൽ, ഈ ശ്വാസം മുട്ട് പോലെയൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ, ലങ്സുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ലക്ഷണം കണ്ടാലും ഉടനെ ഡോക്ടറെ കാണിക്കണം. പിന്നെ ചില ആളുകളുണ്ട്, ഉദാഹരണത്തിന് 65 വയസ്സിൽ കൂടുതലുള്ള ആളുകൾ, നല്ല രീതിയിൽ പ്രമേഹമുള്ള ആളുകൾ, ഏതെങ്കിലും രീതിയിൽ അവയവങ്ങൾ കേടായത് ലിവർ പ്രശ്നമുള്ള ആളുകൾ, കിഡ്നിക്ക് തകരാറിലായ ആളുകൾ, അറ്റാക്ക് വന്ന ആളുകൾ, നല്ല രീതിയിൽ ശ്വാസം മുട്ട് വരുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും ഡോക്ടറെ കാണിക്കണം. കാരണം ഈ ജലദോഷപ്പനി പോലെ സാമ്യമുള്ള മറ്റ് അസുഖങ്ങളാണ് H1N1, അതുപോലെ കൊറോണ വൈറസ് ഒക്കെ. അപ്പോൾ ആ ലക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ ചിലപ്പോൾ സാധാരണ ആളുകൾ കഴിയണമെന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇനി അടുത്ത വീഡിയോയിൽ H1N1 കുറിച്ചും മറ്റൊരു വീഡിയോയിൽ നമുക്ക് കൊറോണ വൈറസിനെ കുറിച്ചും കൂടുതലായിട്ട് പറയാവുന്നതാണ്. ലവ് യു ഓൾ. താങ്ക് യു.